ഇന്നത്തെ നമ്മുടെ യാത്ര തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കാണ്, പൊന്മുടിയിലേക്കാണ്. അപ്പോൾ പൊന്മുടിയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര ബൈക്കിലാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടു നിന്നു. നമ്മൾ യാത്ര ആരംഭിച്ചത് പൂജപ്പുരയിൽ നിന്നാണ്. അപ്പോൾ പൂജപ്പുരയിൽ നിന്നും പൊന്മുടിയിലേക്ക് ഏകദേശം 55 കിലോമീറ്ററാണ് ഉള്ളത്. പൊന്മുടിയിലേക്ക് KSRTCയും സഫാരി നടത്തുന്നുണ്ട്. KSRTCക്ക് വരുന്നവർക്ക് തിരുവനന്തപുരം KSRTC സ്റ്റാൻഡിൽ നിന്നും പൊന്മുടിയിലേക്ക് ബസ് സഫാരി നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ പൊന്മുടിയിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. പൊന്മുടിയിലേക്ക് പോകുന്ന വഴിയിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഈ ഒരു വഴികളിലൊക്കെ അധികം വീടുകളൊക്കെ കുറവാണ്. നമ്മുടെ യാത്ര ആരംഭിച്ചത് രാവിലെ 5 മണിക്കാണ്. അപ്പോൾ രാവിലെ പുലർച്ചെ എണീറ്റിട്ട് പൊന്മുടിയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പൊന്മുടിയിലേക്ക് പോകുമ്പോൾ മെയിനായിട്ട് നമ്മൾ എത്തുന്ന ജംഗ്ഷൻ എന്ന് പറയുന്നത് വിതുരയാണ്. അപ്പോൾ വിതുരയിൽ നിന്നാണ് നമ്മൾ പൊന്മുടിയിലേക്ക് പോകുന്നത്. അപ്പോൾ വിതുര വരെയാണ് നമുക്ക് എന്തെങ്കിലും കടകളോ സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കാട് നിറഞ്ഞ വഴികളാണ്. അപ്പോൾ മെയിൻ ജംഗ്ഷൻ എന്ന് പറയുന്നത് വിതുരയാണ്. പോകുന്ന യാത്രയിൽ നമുക്കൊരു നദി കാണാൻ പറ്റും. കല്ലാർ നദിയാണ്. അപ്പോൾ പൊന്മുടിയുടെ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകുന്ന നദിയാണ് കല്ലാർ. അപ്പോൾ ഇതിൻ്റെ സമീപത്തായിട്ട് ഒരു വാട്ടർഫോൾ കൂടിയുണ്ട്. അപ്പോൾ പൊന്മുടിയിലേക്കുള്ള യാത്രയിൽ നമുക്ക് ആ വാട്ടർഫോളും കൂടി സന്ദർശിക്കാവുന്നതാണ്. പൊന്മുടിയിലേക്കുള്ള യാത്രയിൽ ഏകദേശം 20 കിലോമീറ്ററുകളോളം ഹെയർ പിൻ വളവുകളിലൂടെയാണ് യാത്ര. പൊന്മുടിയുടെ മെയിൻ എൻട്രൻസിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഹെയർ പിൻ വളവുകളിലൂടെയുള്ള യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഒരാളുടെ ടിക്കറ്റ് നിരക്ക് 50 രൂപയാണ്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് പൊന്മുടിയിലേക്കുള്ള പ്രവേശന സമയം. ഞങ്ങൾ എത്തിയത് 7 മണിക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് 1 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറി. അപ്പോൾ വനത്തിലൂടെയുള്ള മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ്. ഇരുവശങ്ങളിൽ മരങ്ങളാണ്. അപ്പോൾ ഒരു വശത്ത് കൊക്ക പോലെയാണ്. അപ്പോൾ ചരിവുകളായതിനാൽ കുറച്ച് അപകടം പിടിച്ച വഴിയാണ്. അപ്പോൾ ഈ ഒരു വഴി വരുമ്പോൾ മാക്സിമം സ്പീഡ് കുറച്ചിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഓരോ ഹെയർ പിൻ കഴിയുന്തോറും എത്ര കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് ഡ്രൈവ് ചെയ്യാവുന്നതാണ്. ഏകദേശം 1100 അടി ഉയരത്തിലാണ് ഈ ഒരു പൊന്മുടി ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉയരം കൂടുന്തോറും ഇവിടുത്തെ ക്ലൈമറ്റിന് നല്ല ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും തോറും നന്നായിട്ട് മൂടൽമഞ്ഞ് വരികയും നല്ല ആ ഒരു തണുത്ത ക്ലൈമറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. പോകുന്ന വഴിയിൽ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും കാണാൻ കഴിയും. ഇത് കല്ലാർ നദിയുടെ ഭാഗമാണ്. അപ്പോൾ കല്ലാർ നദി ഉത്ഭവിച്ചു വരുന്നത് ഇവിടെ നിന്നുമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള ചെറിയ അരുവികളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും നമുക്ക് ഈ യാത്രയിൽ കാണാൻ കഴിയും. പക്ഷേ നമ്മൾ പോകുന്ന വഴിക്ക് മൃഗങ്ങളെയോ ഒന്നും നമ്മൾ കണ്ടില്ല.
നമ്മൾ പൊന്മുടിയിലെ കാടിനുള്ളിലൂടെയുള്ള മനോഹരമായിട്ടുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പൊന്മുടി ഉണ്ടായതിന് പിന്നിൽ ഒരു ഐതിഹ്യം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പണ്ട് മലദൈവങ്ങൾ പൊന്നു സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് പൊന്മുടി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത്ര ഈ സ്ഥലത്തിന് പൊന്മുടി എന്ന പേര് വന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടുത്തെ സവിശേഷതകളും എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്ന് നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയൊരു അറിവാണ്. അപ്പോൾ അത് നിങ്ങളായിട്ട് പങ്കുവെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മനോഹരമായിട്ടുള്ള യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ മരങ്ങളും തേയിലത്തോട്ടങ്ങളും എല്ലാം കണ്ടു. അങ്ങനെ നമ്മൾ ഏകദേശം 16 ഹെയർ പിൻ വളവുകൾ പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് കണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. കാരണം ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കുത്തനെയുള്ള തേയില തോട്ടങ്ങളും അതുപോലെ മഞ്ഞു മൂടിയ മലനിരകളും കാണാനാവും. അങ്ങനെ നമ്മൾ പൊന്മുടിയുടെ ഏകദേശം ടോപ്പിലെത്താറായിട്ടുണ്ട്. അപ്പോൾ ഇതിലെത്തുന്നതിന് മുൻപായിട്ട് ഒരു ചെക്ക് പോസ്റ്റും കൂടി കടക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ചെക്ക് പോസ്റ്റിൽ നമ്മൾ നേരത്തെ എടുത്ത ചെക്ക് പോസ്റ്റിൽ എടുത്ത പാസ് കാണിച്ചാൽ മാത്രമേ ഇങ്ങോട്ട് നമ്മളെ കയറ്റി വിടൂ. അപ്പോൾ ആ ഒരു പാസ് കാണിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് പോകാവുന്നതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ചായക്കടകളും സ്നാക്സ് കിട്ടുന്ന ചെറിയ കടകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ 22 ഹെയർ പിൻ വളവുകളും പിന്നിട്ട് ഇതാ പൊന്മുടിയുടെ ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, അത്ര അടിപൊളി വ്യൂ ആണ്. നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, അത്ര മനോഹരമാട്ടോ. അപ്പോൾ അതിരാവിലെ വന്നിട്ട് ഇവിടെ വന്നിട്ടുള്ള ആ ഒരു വ്യൂ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ എത്രയധികം മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ സ്ഥലമുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ വണ്ടികളൊന്നും കാണാൻ പറ്റാത്ത അത്ര രീതിയിൽ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്ന ടൈമിൽ ഒരു KSRTCയും ഇങ്ങോട്ട് സഫാരി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ 8:30-ക്കുള്ളിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8 മണിക്കാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ 8-നും 9 മണിക്കും ഇടയിൽ നമ്മളിവിടെ എത്തി. അപ്പോൾ നല്ല മഞ്ഞാണ്. മഞ്ഞ് പുതച്ച ഈ മലകൾക്ക് സമീപത്തായിട്ട് കുറേ പുൽമേടുകളും പാറക്കെട്ടുകളും എല്ലാം കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അപ്പോൾ ഇത് ഏറ്റവും ഹൈറ്റിലായിട്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് നടന്ന് അങ്ങോട്ട് കയറിയിട്ട് അതിൻ്റെ ഹൈറ്റിൽ വരെ നമുക്ക് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫുൾ റോഡുകളും എല്ലാം മഞ്ഞാണ്. അപ്പോൾ ഇഷ്ടംപോലെ ആളുകൾ ഈ ഒരു വാച്ച് ടവർ കാണാനായിട്ട് അങ്ങോട്ട് ഹൈറ്റിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ പോകുന്നവരെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നില്ല, കാരണം അത്രയധികം മഞ്ഞ് മൂടിക്കിടക്കുവാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് മലനിരകളുണ്ട് ഹൈറ്റിലായിട്ട്. അപ്പോൾ നമുക്ക് അവിടെ എല്ലാം നടന്ന് കയറാം. മഞ്ഞ് മാത്രമല്ല, നല്ല ഹെവി ആയിട്ട് കാറ്റും വീശുന്നുണ്ട്. അപ്പോൾ കാറ്റിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് മഞ്ഞും കൂടി ആയപ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു ക്ലൈമറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഹൈറ്റിലേക്ക് പോകുന്നതോറും കാറ്റടിക്കുന്നതുകൊണ്ടും പിന്നെ മഞ്ഞ് മൂടിക്കിടക്കുന്നതിനാലും നമുക്ക് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ വ്യൂ എന്ന് പറയുന്നത് അടിപൊളി വ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഹൈറ്റിലേക്ക് പോകുന്നതോറും ഈ ഒരു കാറ്റ് നല്ല ഹെവി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെമ്മരിയാടിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹൈറ്റിലുള്ള പൊന്മുടിയുടെ ടോപ്പ് വ്യൂ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ വഴിയും നമുക്ക് കയറാവുന്നതാണ്. അപ്പോൾ ഫുൾ മലനിരകളായതുകൊണ്ട് നമുക്ക് ഇവിടെ എല്ലാം ഫുൾ നമുക്ക് കാണാൻ കഴിയും.
നമ്മൾ രാവിലെ 8:30 ആയപ്പോൾ എത്തിയിട്ട് നമ്മൾ ഇവിടുത്തെ ഉച്ചവരെ ഇവിടെ വെയിറ്റ് ചെയ്തു. കാരണം ഉച്ചയ്ക്കുള്ള ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ 12 മണിക്ക് എടുത്ത ആ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ 12 മണിയായിട്ടും ഇവിടെ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. റോഡരികിലേക്ക് മഞ്ഞ് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഹൈറ്റിൽ നല്ല ഹെവി ആയിട്ട് മഞ്ഞുണ്ട്. പക്ഷേ ആ ഒരു സൂര്യപ്രകാശം വന്നതോടുകൂടി നമുക്ക് നേരത്തേനേക്കാളും കുറച്ച് ക്ലാരിറ്റിയോടുകൂടി മലനിരകളും പുൽമേടുകളും പാറക്കെട്ടുകളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഹൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ ഒരു അടിപൊളി വ്യൂ ആണ്. നമ്മുടെ ഈ ഒരു ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ വന്ന സ്ഥലങ്ങളിലൊക്കെ മഞ്ഞ് പോയതിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഉച്ചയ്ക്ക് 12 മണിക്കുള്ള വ്യൂ ആണ്. അപ്പോൾ ഇതും നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തും ചെറിയ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ സ്നാക്സും ചായയൊക്കെ ഉള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് ഈ ഒരു പൊന്മുടി ഹിൽ സ്റ്റേഷൻ്റെ മുകളിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ടുള്ള വ്യൂ ഒക്കെ വളരെ മനോഹരമായിരുന്നു. അങ്ങനെ നമ്മൾ പൊന്മുടിയുടെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോരുവാണ്. അപ്പോൾ തിരിച്ചു പോരുന്ന വഴിയിലും ഇഷ്ടംപോലെ ആൾക്കാർ പൊന്മുടിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയായിട്ട് പോലും പൊന്മുടിയുടെ വ്യൂ ആസ്വദിക്കാനും ഇവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.